യെസ് സാർ, ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് ചർച്ച ചെയ്തതാണ്. ഈ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പ്രേക്ഷകർക്ക് ഏതെങ്കിലും സെക്ടേഴ്സ് പുതിയതായിട്ട് സാറ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതികൾ? ജാസ്മിൻ, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും നമുക്ക് ബുള്ളിഷ്നെസ് ആണ് കാണുന്നത്. ഒരു മേജർ സെക്ടർ ഇതുവരെ നമുക്ക് ടേൺ റൗണ്ട് കാണാൻ സാധിക്കാതെ ഇറ്റ് ഈസ് ദ ടെക്നോളജി സെക്ടർ. ബട്ട് ടെക്നോളജി സെക്ടറിൽ ഇന്നും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ടൊരു അപ്വേർഡ് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. So we have got to wait and watch for technology, but the reality sector, banking sector, PSU banking sector, ഇതിലൊക്കെ bullishness തുടരുന്നുണ്ട്. പ്രദീപ് സാർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ചില അപ്ഡേഷൻസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു MBCക്ക് ശേഷം വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 57,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് 57,049.5 എന്നൊരു നിലയിലേക്ക് ഉയരുന്നൊരു സ്ഥിതി കണ്ടിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ തുടക്കത്തിൽ 57,000 എന്നൊരു ലെവൽ മറികടന്നു എങ്കിൽ പോലും പിന്നീട് ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുമാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണോ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു നിയർ ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്നലെ ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം നമുക്ക് കാര്യമായിട്ട് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ പുതിയ ലോങ് പൊസിഷൻസ് ബാങ്കിങ് മേഖലയിൽ അറ്റ് ദിസ് ലെവൽ അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രദീപ് സാർ, അടുത്ത ഒരു സ്റ്റോക്ക് IRB ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെയ് മാസത്തിൽ ടോൾ വരുമാനത്തിൽ 9% ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. IRB ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ IRB ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിന് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇതിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഹൈ റിസ്ക് ഹൈ റിവാർഡ് ട്രേഡ് ആയിരിക്കും. ഈ സ്റ്റോക്കിന്റെ കറന്റ് ലെവൽസിൽ നിന്നും അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 60 രൂപയിലാണ്.